തീർച്ചയായിട്ടും നമ്മുടെ വീടിനുള്ളിൽ കട്ടില്, മേശ, അലമാര, ഭംഗിക്ക് വയ്ക്കുന്ന സാധനങ്ങൾ ഇതിനൊക്കെ പ്രത്യേക സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. കണ്ണാടി എങ്ങോട്ടും വയ്ക്കാം വടക്കോട്ട് ഒഴിച്ച്. മാക്സിമം ഇതുപോലുള്ള കണ്ണാടിയുള്ള അലമാരികൾ ഗ്രഹനാഥൻ്റെ മുറിയിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴും മനസ്സിനെ കുളിർമയുണ്ടാക്കുന്ന കളറുകൾ, നയനാനന്ദകരമായ ചിത്രങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യുക. വീടിന് പ്രധാനമായിട്ട് അവരുടെ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഡാർക്ക് കളേഴ്സ് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഒരു വീടിന് ആലോചിച്ച് 4 കളർ കൊടുക്കാൻ പറ്റില്ല. അത് തന്നെ ഒരു തെറ്റാണ്. പിന്നെ വീടിനുള്ളിൽ വയ്ക്കാൻ പറ്റുന്ന അക്വേറിയം, കണ്ണിന് സുഖം കിട്ടണം. ഒരാൾ വന്ന് നോക്കുമ്പോൾ ആ വീടിനെ അട്രാക്ട് ചെയ്യണം. അങ്ങനെയുള്ള വീടുകൾ കണ്ടാലറിയാം ഈശ്വരൻ വാഴുന്നു എന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വാസ്തു ആചാര്യനായ ശ്രീ രാജേന്ദ്ര ബാബു സാറാണ്. സർ നമസ്കാരം. വാസ്തുവിൽ ഊർജത്തിന്റെ സന്തുലിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് പെയിന്റിങ്സ്, ഫർണിച്ചേഴ്സ്, മിറേഴ്സ്, അങ്ങനെയൊക്കെ. ഇതൊക്കെ കറക്റ്റ് സ്ഥാനത്തല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മുടെ വീടിനുള്ളിൽ കട്ടില്, മേശ, അലമാര, മറ്റ് കൊണ്ടുവയ്ക്കുന്ന ചില ഭംഗിക്ക് വയ്ക്കുന്ന സാധനങ്ങൾ ഇതിനൊക്കെ പ്രത്യേക സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ആരും ഇതൊന്നും നോക്കാതെ കൊണ്ടുവന്ന് വയ്ക്കും. എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കും. ഒരു പെയിന്റിങ് കൊണ്ട് വയ്ക്കുമ്പോൾ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ഒരു ക്ലോക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ണാടി അല്ലെങ്കിൽ മിറർ ഇതൊക്കെ വയ്ക്കുമ്പോൾ അത് വയ്ക്കേണ്ടതായ ചില സ്ഥലങ്ങൾ, നമുക്ക് ആകർഷിക്കപ്പെടേണ്ടതും അകന്നു പോകേണ്ടതുമായ കാര്യങ്ങളുണ്ട്. കണ്ണാടിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന സാധനങ്ങൾ അങ്ങോട്ട് റിപ്പൽ ചെയ്ത് വിടും. അല്ല, കണ്ണാടി എങ്ങോട്ടും വയ്ക്കാം വടക്കോട്ട് ഒഴിച്ച്. കാരണം വടക്ക് നിന്ന് വരുന്ന എനർജിയെ പുറത്തേക്ക് വിടരുത്. അത് നമുക്ക് അകത്ത് വേണം. നേരെ മറിച്ച് കന്നിമൂലയിലുള്ള എനർജി അങ്ങോട്ട് പോകേണ്ടാണ്, അത് പോട്ടെ. നെഗറ്റീവ്സ് വരാൻ അതങ്ങോട്ട് പോട്ടെ, നമുക്ക് അകത്തേക്ക് വേണ്ട. വടക്ക് നിന്നും കിഴക്ക് നിന്നും വരുന്ന എനർജി മാക്സിമം ആഗിരണം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഡ്രസ്സിങ് അലമാരിക്ക് കണ്ണാടിയില്ല, സെപ്പറേറ്റ് മിറർ മാറ്റി വയ്ക്കുക. അതിനകത്ത് ക്യാഷ് ബോക്സ് വയ്ക്കുന്ന സൗത്ത് വെസ്റ്റ് കോർണറിൽ നോർത്തിലോട്ട് ഡയറക്റ്റ് ചെയ്താൽ വയ്ക്കണം. അപ്പം ഇതിൽ അലമാരി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, വടക്കുന്ന് വരേണ്ട എനർജി, അതായത് കുബേരൻ്റെ ശക്തി ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ആയി പോകും. അത് വരാതിരിക്കാനാണ് മാക്സിമം ഇതുപോലുള്ള കണ്ണാടിയുള്ള അലമാരികൾ നമ്മുടെ ഗ്രഹനാഥൻ്റെ മുറിയിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ, കന്നി മൂലയിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതല്ല, അവിടെ ലോക്കർ വെച്ചോട്ടെ. ഗ്രഹനാഥന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ലോക്കറുകൾ അവിടെ മേടിച്ച് വെക്കട്ടെ. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ, അവിടെയാണ് നമ്മൾ സമ്പാദ്യം വെക്കാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലം. ഇത് വടക്കോട്ട് ദർശനമായിട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ ഇപ്പൊ അങ്ങയോടൊരു വീട് പണിയുന്ന സമയത്ത് ചോദിക്കുവാണ്, എന്റെ ഫർണിച്ചറോ അല്ല അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറയുകയാണെങ്കിൽ അങ്ങ് എങ്ങനെയായിരിക്കും അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക? അത് നമ്മൾ വീടിന്റെ അകത്ത് പോയിട്ട് ഓരോ മുറികളുടെ നോക്കി കട്ടില് മാക്സിമം തെക്ക് ഭാഗത്തേക്ക് ചേർത്ത് തെക്കോട്ട് തലവെച്ചോ അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ചോ കിടക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. മേശകൾ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കും. ഈ അലമാരി ഇതുപോലെ അവിടെ വെച്ച് കഴിഞ്ഞാൽ മിറർ ഉണ്ടാവില്ല. മിററുകൾ ബെഡിലേക്ക് വരാത്ത രീതിയിൽ, ബെഡ് വിട്ടിട്ട് ആ ബെഡിലേക്ക് മിററിൻ്റെ പ്രകാശം വരാത്ത രീതിയിൽ, അത് നമ്മളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. ഇപ്പം വീട്ടിൽ നമ്മൾ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോരുമല്ലോ. ഒരു ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ എക്കാലവും, അതായത് ലൈഫ് ലോങ് 100 വയസ്സ് വരെ അവരൊരുപോലെ ജീവിക്കണം. അതിനകത്തൊരു വിള്ളൽ വരാൻ പാടില്ല. അപ്പം അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് അറേഞ്ച് ചെയ്യണം. അവിടെ ഉപയോഗിക്കുന്ന കളറുകൾ, നമുക്ക് എപ്പോഴും മനസ്സിനെ കുളിർമയുണ്ടാക്കുന്ന കളറുകൾ, നയനാനന്ദകരമായ ചിത്രങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യുക. ഇണക്കിളികൾ, ലവ് ബേർഡ്സ്, അതുപോലെ സീനറികൾ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് കിട്ടും. പോസിറ്റീവ് മീൻസ് നല്ലൊരു എനർജിയിലൂടെ നമ്മൾ ജീവിതം കടന്നു പോകും. സന്തോഷകരമായ
അന്തരീക്ഷം ഉണ്ടോ? അതിനകത്തെ കളറുകൾ ആ. ഇപ്പോൾ ഡാർക്ക് ഇടിവെട്ട് കളറൊക്കെ ഒരു നമ്മൾ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ചില കാലഘട്ടങ്ങളിൽ അവരുടെ ആ സമയത്ത് റൂമിൽ അവർക്ക് നല്ല കളർഫുൾ പടങ്ങൾ വയ്ക്കും. അതെ. പക്ഷെ അതൊരു ടൈം കഴിയുമ്പോൾ അതിൻ്റെ ഇത് തീരും. അപ്പം നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് അങ്ങനെയുള്ള ഇത് കളറുകളൊക്കെ കൂടുതൽ കൊടുക്കാൻ പറ്റും സൗത്ത് ഈസ്റ്റ് കോർണറിലുള്ള റൂമിലാണ്. അതായത് വടക്ക് കിഴക്കേ തെക്ക് കിഴക്കേ മൂല. കിഴക്കേ മൂല. ഓക്കെ. മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പോൾ അടുക്കളയാണ്. അപ്പോൾ ഈ നിറങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിന് എങ്ങനെയായിരിക്കും? വീടിന് പ്രധാനമായിട്ട് അവരുടെ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഡാർക്ക് കളേഴ്സ് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. ലൈറ്റ് കളേഴ്സ്, ലൈറ്റ് ബ്ലൂ, പിങ്ക്, ലൈറ്റ് പിങ്ക്, ഐവറി കളർ, മാക്സിമം വൈറ്റ്. വൈറ്റ് ഇപ്പോൾ പോയോ എന്നാലും നല്ല ഭംഗിയാണ് വൈറ്റ്. റൂമിൻ്റെ റെഡിഷ് കലർന്നിട്ടുള്ള കളറുകളെല്ലാം സൗത്ത് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. റെഡുമായിട്ട് ബന്ധപ്പെട്ട, അതായത് തെക്ക് ഭാഗത്ത് അഗ്നിയായിട്ട് ബന്ധപ്പെട്ട നിൽക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട റെഡ് കളർ, ബ്ലൂ ആയിട്ട് ബന്ധപ്പെട്ട നോർത്ത് സൈഡ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഐവറി കളർ. ഇപ്പൊ ഒരു വീടിന് 4 കളർ കൊടുക്കാൻ പറ്റില്ല. അത് തന്നെ ഒരു തെറ്റാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കളർ കൊടുക്കും, എല്ലാത്തിനോടും മാച്ച് ആയിക്കൊണ്ട് കൊടുക്കും. ഇപ്പൊ ചിലപ്പോൾ ഡോറിനൊക്കെ വേറെ കളർ യൂസ് ചെയ്യുന്ന വീടുകളുണ്ട്. ഇപ്പൊ ആരും അങ്ങനെ ചെയ്യാറില്ല. എന്നാലും കളർ മാക്സിമം കുറച്ച് കൊടുക്കുക. ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യും, ന്യൂട്രൽ കളേഴ്സ്. നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കണ്ണിന് സുഖം കിട്ടണം. ഒരാൾ വന്ന് നോക്കുമ്പോൾ ആ വീടിനെ അട്രാക്ട് ചെയ്യണം. അങ്ങനെയുള്ള വീടുകൾ കണ്ടാലറിയാം അവിടെ ഈശ്വരൻ വാഴുന്നു എന്ന് പറയുന്നത്. കളറിന് പോലും അങ്ങനെ ദൈവാധീനത്തിന്റെ ഇതുണ്ട്. അതെ. അപ്പോ ഇപ്പൊ നമ്മള് ഫർണിച്ചേഴ്സിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയും പറഞ്ഞു. ഇപ്പൊ ഈ ചൈനീസ് വാസ്തുവില് ചില ഈ കുബേർ കുഞ്ചിയൊക്കെ പോലത്തെ ചില സാധനങ്ങൾ, അതുപോലെ മണികളൊക്കെ ഉണ്ടല്ലോ, ധനത്തെ ആകർഷിക്കാൻ വേണ്ടി കുബേർ കുഞ്ചി വെക്കാറുണ്ട്. പിന്നെ ഇതുപോലെ മണികൾ വെക്കാറുണ്ട്. അതായത് ചില വിശ്വാസങ്ങൾ, വിൻഡ് ബെൽ. അത് തന്നെ, വിൻഡ് ബെല്ല് പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. സ്വാഭാവികമായിട്ട് അത് ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ട കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഇതുപോലെ നമ്മളൊരു ആളോട് ചോദിച്ച്, ഒരു വിദഗ്ധന്റെ അടുത്ത് ചോദിച്ച് ചെയ്യുന്നതായിരിക്കുമോ നല്ലത്? ചിലരിപ്പോ കണ്ടിട്ട് ഇഷ്ടം തോന്നി വീട്ടിൽ കൊണ്ട് എവിടെയെങ്കിലും അല്ല, നമ്മൾ സ്വീകരണ മുറിയുടെ മുമ്പിലോ അതല്ല പുറത്ത് സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ടിലോ ലിവിങ് റൂമിലോ മറ്റേ ബെഡ്റൂമിലേക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അട്രാക്ട് ചെയ്യുക, നല്ല ഉണർവിനെ ആകർഷിക്കുക വീട്ടിലേക്ക്. എല്ലാ രീതിയിലുള്ള വരുന്നവരും ഇപ്പം മൊത്തം നെഗറ്റീവ് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളിലാണെങ്കിലോ ഇതിൻ്റെ ആവശ്യമില്ല. അതല്ല, എല്ലാവരും നല്ല രീതിയിലുള്ള ആൾക്കാർ വേണം അവിടെ വരാൻ. അങ്ങനെ ഇത് വരാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പിന്നെ വീടിനുള്ളിൽ വയ്ക്കാൻ പറ്റുന്ന അക്വേറിയത്തിന് ഇതുപോലെ ഈ ചൈനീസ് ഫെങ്ഷുവില് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേമാതിരി മീനിന്റെ എണ്ണമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന ഗോൾഡ് ഫിഷും മറ്റും ബ്ലാക്ക് ഫിഷും. ഗോൾഡ് ഫിഷ് 9 എണ്ണമെങ്കിലും മറ്റേതൊരു 4 എണ്ണം ഇടുക. ഈ ദിക്കിൽ വെക്കണമെന്നൊക്കെ ഉണ്ട്. വടക്ക് ഭാഗത്തേക്ക് കയറ്റി വെക്കുന്നതാണ് വാട്ടർ സംബന്ധമായിട്ടുള്ള ഏറ്റവും നല്ല ഇത്. അത് വടക്ക് ഭാഗത്താണ് അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ എലമെന്റിന്റെ ഇത് ഡൊമിനേറ്റ് ചെയ്യും. ഇവിടെ വാട്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവിടെ അത് പൂർത്തീകരിക്കുകയാണ്. നമുക്കിപ്പോൾ കിണർ കുഴിക്കാൻ പറ്റിയില്ല, പുറത്ത് അതിന് വലിയ ടാങ്ക് വയ്ക്കാൻ പറ്റില്ല, ഫിഷ് ടാങ്ക് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് പറ്റിയില്ല. നമ്മൾ വീടിനുള്ളിൽ അക്വേറിയം വയ്ക്കുമ്പോൾ ആ ഒരു സംഭവം, ആ ജലത്തിന്റെ ആ സ്രോതസ്, ആ നഷ്ടപ്പെട്ട ഒരു ഇത് അവിടെ സന്തുലനമാവും. എലമെന്റ് എന്നുള്ള ഇത് അവിടെ ബാലൻസ് ആവുകയാണ്. അങ്ങനെ ആ വാട്ടർ എലമെന്റ് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ചില ചെടികളൊക്കെ വെച്ച് കൊടുക്കും. മുള്ളില്ലാത്ത ചെറിയ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാലും വീട്ടിൽ. മുള്ളില്ലാത്ത ചെടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു, മുള്ളില്ലാത്ത ചെടിയാണ് നമ്മൾ വീട്ടിനുള്ളിൽ വെക്കേണ്ടത്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. പറയുമല്ലോ ഈ മുള്ളുള്ള ഈ ഇപ്പൊ മറ്റേ ഈ കാക്ടസ് ഒക്കെ പോലത്തെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ വെക്കുക, വീടിന്റെ ഉള്ളിൽ വെക്കാറുണ്ട്. ഇൻഡോർ പ്ലാന്റ്, ചിലവർ മണി പ്ലാന്റ് തന്നെ പടർത്തി വെച്ചിരിക്കണം. മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലുതാകും, ഒത്തിരി വലിയ ഇലയുണ്ട്. നമുക്ക് വീടിനുള്ളിൽ രാത്രികാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടും.
അതാണ് ചെടികൾ, വലിയ ചെടികൾ വീടിനുള്ളിൽ വളർത്തി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വീടിനുള്ളിൽ കൂടും. ജനലുകളൊക്കെ അടഞ്ഞു കഴിയുമ്പോൾ ഇവൻ കാർബൺ ഡൈ ഓക്സൈഡ് വൈകുന്നേരം പുറത്തേക്ക് വിടും. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ട. ഇതെല്ലാം ചെയ്യാം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് വേണ്ടാത്ത സാധനം അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ പണിയാണ്.